ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസിലെ ഫസ്റ്റ് ലെസൺ ആൻഡ് സെക്കൻഡ് ലെസൺ ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെസൺ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നുള്ള ലെസണാണ്. ഇത് നമ്മൾ കോശങ്ങളെക്കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ക്ലാസ് റൂമിൽ മൈക്രോസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ അവർ റൂട്ടിൻ്റെ സ്ട്രക്ചറാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ വാഴയുടെ റൂട്ടിൻ്റെ സെൽസ് എങ്ങനെയുണ്ട് എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഐ പീസ്, അതേപോലെ നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ, ഇത്രയും ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിനുള്ളത്. അപ്പോൾ അതിലെ മുകളിലത്തെയാണ് ഐ പീസ് ലെൻസ്, അതിൻ്റെ താഴെയുള്ള നോബുകൾ, പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസാണ് അതിൻ്റെ താഴെ സ്റ്റേജും ക്ലിപ്പും, പിന്നെ അതിൻ്റെ താഴെയുള്ളത് കണ്ടൻസർ, ഏറ്റവും താഴത്തെയാണ് മിറർ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ കോശങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുക്കളെയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യുന്നത്. ഈ മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ സാധനങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി, അതായത് അതിൽ 2 ലെൻസുകളുണ്ട് അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആവർത്തന ശേഷി 10x, 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് പ്രകാശം ക്രമീകരിക്കുന്നത് എന്നാണ്. അതായത് മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിന് താഴെയായിട്ടാണ് നമ്മൾ മിറർ കണ്ടത് അല്ലേ. അതായത് നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ് താഴെ ഉറപ്പിച്ചിരിക്കുന്ന ആ മിറർ. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള സമതല ദർപ്പണം, അതായത് നമ്മളുടെ നോർമൽ പ്ലെയിൻ മിറർ, പിന്നെ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണം. അതായത് കൃത്രിമമായിട്ട് നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കാനുള്ള കോൺകേവ് ദർപ്പണവും നമ്മുടെ സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാനുള്ള സമതല ദർപ്പണവുമാണ് അതിൻ്റെ 2 ഭാഗത്തും. ഓരോ ഭാഗത്തും ഓരോന്നാണ്. അത് നമുക്ക് തൊട്ട് നോക്കി അറിയാം. സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണം നമുക്കത് കൈകൊണ്ട് തൊടുമ്പോൾ അറിയാം. ഓക്കെ. പിന്നെ കണ്ടൻസറിൻ്റെ ഭാഗമായിട്ടുള്ള ഡയഫ്രം, അതിലുള്ള മിറർ പറയുന്നത് പ്രകാശ തീവ്രത ക്രമീകരിക്കാനാണ് ആ മിറർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള, അതായത് സ്റ്റേജിൻ്റെ അടിവശത്തുള്ള കണ്ടൻസറിലെ ലെൻസ് ഉണ്ടല്ലോ, അതിലേക്ക് വരുന്ന പ്രകാശത്തിനെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഫ്രം യൂസ് ചെയ്യുന്നത്. അതായത് പ്രകാശ തീവ്രത ക്രമീകരിക്കാനാണ് ഡയഫ്രം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാണോ എടുക്കേണ്ടത് ആ സെക്ഷനെ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടതിന് ശേഷം ചെറിയ പീസസ് ആക്കണം ബ്ലേഡ് യൂസ് ചെയ്ത്. എന്നിട്ട് ആ പീസസിനെ വാഷ് ചെയ്ത് എഗെയിൻ സ്റ്റെയിനിലിട്ടിട്ട് കളർ ചെയ്യണം. ദെൻ കളർ ചെയ്തതിന് ശേഷമാണ് അതിനെ നമ്മൾ സ്ലൈഡിൽ വെച്ച് അതിലൊരു ഡ്രോപ്പ് ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കവർ സ്ലിപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ആ ഒരു സെക്ഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് അതിലുള്ള എക്സ്ട്രാ ഗ്ലിസറിനും വാട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യും. ഓക്കെ. നമ്മൾ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് വാഴയുടെ ആ റൂട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഒബ്സർവ് ചെയ്തത് മൈക്രോസ്കോപ്പിൽ കാണുന്ന ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കോശത്തിൻ്റെ ഇൻവെൻഷൻ. അപ്പോൾ കോശത്തെ ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ചെറിയ ചെറിയ അറകൾ അദ്ദേഹം കണ്ടു. അതായത് കോർക്ക് സെല്ലിലാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ആ ചെറിയ ചെറിയ അറകളെയാണ് അദ്ദേഹം വിളിച്ചത്, കോശങ്ങൾ എന്ന് വിളിച്ചത്. അപ്പോൾ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റോബർട്ട് ബ്രൗൺ ആണ്
കോശകേന്ദ്രം കണ്ടെത്തിയത്, അതായത് ന്യൂക്ലിയസ്, കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് MJ ഷ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡൻ. ഇനി അടുത്തത് തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം റുഡോൾഫ് വീർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ച ആളാണ് റുഡോൾഫ് വീർഷോ. ഇനി ഇതിനൊക്കെ ശേഷം MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് MJ ഷ്ലീഡനും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷ്വാനും പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ രൂപപ്പെടുത്തിയതാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് രണ്ട് മുഖ്യ ആശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തിയതാണ് കോശ സിദ്ധാന്തം. അതിൽ പറയുന്നത് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഓക്കെ, ഇനി കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്: അന്യവസ്തുക്കളെ പ്രതിരോധിക്കൽ, പിന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കൽ, ജൈവ തന്മാത്രകൾ നിർമ്മിക്കൽ, ഇതൊക്കെയാണ് കോശങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ, അതായത് ജീവധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഇതൊരു കോശത്തിൻ്റെ സ്ട്രക്ചറാണ്. ആ കോശത്തിലെ ഓരോ ഭാഗങ്ങളും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഭാഗങ്ങളെയും നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. ആദ്യം തന്നെ ജീവദ്രവ്യവും കോശദ്രവ്യവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. അതായത് കോശത്തിൻ്റെ ഉള്ളിലത്തെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. അതായത് അതിൽ നിന്ന് മർമ്മം ഒഴിവാക്കി മർമ്മത്തിന് ചുറ്റും കാണുന്ന സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അതായത് എല്ലാ സെൽ ഓർഗനൽസും ഈ കോശദ്രവ്യത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് അതിൽ മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കോശദ്രവ്യത്തിനുള്ളിലാണ് ബാക്കിയുള്ള കോശാംഗങ്ങളെല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ ഇനി ഓരോ കോശാംഗങ്ങളും നമുക്ക് നോക്കാം. മൈറ്റോകോൺട്രിയോൺ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലുള്ള ഓർഗനലെ ആണ് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത്. കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനലെയാണ് മൈറ്റോകോൺട്രിയോൺ. അതേപോലെ തന്നെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കലാണ് ഈ മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ. ഇനി ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട്. നമ്മളുടെ എല്ലാ സെല്ലുകളിലും മൈറ്റോകോൺട്രിയ ഉണ്ട്. പക്ഷേ ഊർജ്ജം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ ഇവയുടെയൊക്കെ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത, അതായത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. അപ്പം നമ്മൾ ന്യൂക്ലിയസിൻ്റെ അടുത്തൊക്കെ കാണുന്ന അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ ആ ന്യൂക്ലിയസിന് തൊട്ട്, അതായത് മർമ്മത്തിനടുത്ത് കാണുന്ന ആ ഒരു കുറച്ച് വരകൾ പോലെയുള്ള സ്ട്രക്ചർ കണ്ടോ? അതിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ഇനി കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും കൂടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറയുന്നുണ്ട്. ഇനി അടുത്തതാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം കൂടെയാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് റൈബോസോം കാണുന്നത്. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ശരിക്കും ചെറിയൊരു റൗണ്ടായിട്ടാണ് നമ്മൾ കോശത്തിൽ വരയ്ക്കുന്നത്. ചെറിയ ബബിൾസ് പോലെയാണ് നമ്മളത് വരയ്ക്കുക കേട്ടോ. റൈബോസോം ഇതിൽ കണ്ടോ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മുകളിൽ
ചെറിയ റൗണ്ട് സ്ട്രക്ചറിൽ വരച്ചിരിക്കുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റൈബോസോം ആണ് മാംസ്യ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മാംസ്യ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന കോശാംഗമാണ് റൈബോസോം. അതേപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായും 2 തരത്തിലും റൈബോസോം കാണുന്നുണ്ട്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്ന് റൈബോസോം കാണുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. റൈബോസോംസ് ഇല്ലാത്തത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഫേനം എന്ന് പറയുന്നത്. ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടാണ് ഫേനം കാണുന്നത്. അതായത് ഫേനം നമ്മൾ ഡയറക്റ്റ് അതിൽ വെറുതെ നമ്മളൊരു റൗണ്ട് സ്ട്രക്ചറിൽ വരച്ച് നമ്മൾ ഫേനം ലാബിൽ ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ അത് ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സവിശേഷ സ്ഥലത്താൽ കൂടെ ചുറ്റപ്പെട്ടിട്ടാണ് ഫേനം കാണപ്പെടുന്നത്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിക്കലാണ് ഫേനത്തിൻ്റെ ധർമ്മം. ഓക്കെ, ഇനി അടുത്തത് ഗോൾജി കോംപ്ലക്സ് നമ്മൾ രാസാഗ്നികളും ഹോർമോണുകളും ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറിയ സഞ്ചികളിലാക്കലാണ് ഈ ഗോൾജി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്തര സഞ്ചികളിലാക്കി മാറ്റും. ഈ രാസാഗ്നികളെയും ഹോർമോണുകളെയും ശ്ലേഷ്മരസത്തിനെയൊക്കെ ചെറിയ സഞ്ചികളിലാക്കി മാറ്റുന്ന ഫംഗ്ഷനാണ് ഗോൾജി കോംപ്ലക്സിനുള്ളത്. ഇത് നമ്മുടെ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസിനെയൊക്കെ സഞ്ചികളിലാക്കി മാറ്റുന്ന ഫംഗ്ഷൻ അവിടെ കൂടുതൽ ഫംഗ്ഷൻ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അവിടെ ഗോൾജി കോംപ്ലക്സുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കോശത്തിൻ്റെ ലാബിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി വളർച്ചയുടെ പടവുകൾ എന്ന് പറഞ്ഞിട്ട് മൈക്രോസ്കോപ്പിൽ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂക്ലിയസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് കോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് മർമ്മം എന്ന് പറയുന്നത്. അതായത് കോശത്തിൻ്റെ കേന്ദ്രഭാഗം, അതായത് നിയന്ത്രണ കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ മർമ്മത്തിനെ പറയാം, ന്യൂക്ലിയസ് എന്ന് പറയാം. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിനെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മർമ്മത്തിൻ്റെ സെൻട്രലിൽ കാണുന്ന റൗണ്ട് സ്ട്രക്ചറാണ് മർമ്മകം എന്ന് പറയുന്നത്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന റൈബോസോം നിർമ്മാണത്തിലാണ് ഈ മർമ്മകം പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി മർമ്മകത്തിന് ചുറ്റും മർമ്മദ്രവ്യം കാണപ്പെടുന്നുണ്ട്. നമ്മൾ കോശത്തിൽ കോശദ്രവ്യം ഉള്ളതുപോലെ തന്നെ മർമ്മത്തിൽ മർമ്മദ്രവ്യമുണ്ട്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. അതായത് മർമ്മദ്രവ്യം അതിന് ദ്രാവക ഭാഗമാണ്, പിന്നെ ക്രൊമാറ്റിൻ ജാലിക കൂടി അതിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അത് ക്രോമാറ്റിൻ ജാലിക ഇവിടെ എഴുതിയിട്ടുണ്ട്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. പിന്നെ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലത്തിനെയാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. അതായത് കോശസ്തരം എന്ന് പറയുന്ന പോലെ മർമ്മത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് മർമ്മസ്തരം. ഇനി മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മർമ്മരന്ധ്രം എന്തിനാണ്? അകത്തേക്കും പുറത്തേക്കും ഉള്ള പദാർത്ഥ സംവഹനത്തിനാണ് ഈ മർമ്മരന്ധ്രം സഹായിക്കുക. ഇനി അടുത്തത് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂകാരിയോട്സ്? നമ്മൾ കുറേ ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. അതായത് മർമ്മം ഇല്ലാത്ത കോശങ്ങളുള്ള ജീവികളാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികൾ. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം ഉള്ള ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. യൂകാരിയോട്സ്. അപ്പോൾ മർമ്മം, വ്യക്തമായ സ്തരത്തോടു കൂടിയ മർമ്മം ഇല്ലാത്ത ജീവികൾ പ്രോകാരിയോട്ടും, മർമ്മം ഉള്ള ജീവികൾ യൂകാരിയോട്സും എന്നറിയപ്പെടുന്നു. ഇനി
നമ്മൾ കോശത്തിൽ ജൈവകണങ്ങൾ കൂടെ അടങ്ങിയിട്ടുണ്ട്. ജൈവകണങ്ങൾ കാണുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മളുടെ പ്ലാന്റ് സെല്ല്, അതായത് സസ്യകോശത്തിലാണ് ജൈവകണങ്ങൾ കാണപ്പെടുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് സസ്യകോശത്തിന് ഒരു സ്തരം കൂടെ പുറത്തുണ്ട്. അതായത് കോശസ്തരത്തിൻ്റെ പുറമെ ഒരു കോശഭിത്തി കൂടെ സസ്യകോശത്തിന് പ്രസൻ്റാണ്. അതായത് അതിൻ്റെ പുറമെ, അതായത് കോശസ്തരത്തിൻ്റെ ഏറ്റവും പുറത്ത് ഒരു കോശഭിത്തി കൂടി കാണപ്പെടുന്നുണ്ട്, സെൽവാള്. അപ്പോൾ ജന്തുകോശത്തിൽ സെൽവാള് ആബ്സെൻ്റ് ആണ്. അതേപോലെ നമ്മളുടെ കോശത്തിന് കളറ് നൽകുന്നതാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. ജൈവകണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ആ ജൈവകണങ്ങളെയാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ഹരിതകണം, ശ്വേതകണം, ഇങ്ങനെ വിവിധ കണങ്ങൾ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഹരിതകണം പച്ച കളർ നൽകുന്നതാണെന്ന് നമുക്കറിയാം. സാന്തോഫിൽ, ആന്തോസയാനിൻ ഇതൊക്കെ മഞ്ഞ നിറം, ചുവപ്പ് നിറം, പർപ്പിൾ നിറമൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ഈ പ്രത്യേക നിറം ഇല്ലാത്ത ജൈവകണങ്ങളാണ് ഈ ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാന്തോഫിൽ മഞ്ഞ നിറം, ആന്തോസയാനിൻ ചുവപ്പും പർപ്പിളൊക്കെ നൽകുമ്പോൾ പ്രത്യേകം നിറം ഇല്ലാത്തതാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ശ്വേതകണങ്ങൾ കൂടുതൽ ചില കോശങ്ങളിൽ, അതായത് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഈ ഫലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫലങ്ങൾ പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണം വർണ്ണകണങ്ങളായിട്ട് മാറും. അതായത് സാന്തോഫിലും ആന്തോസയാനിനൊക്കെ ആയിട്ട് കളറ് മാറും. അതായത് ഹരിതകണം അവിടെ കളറ് മാറി വർണ്ണകണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സസ്യകോശങ്ങളിൽ വിവിധ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശാംഗങ്ങളെക്കുറിച്ചൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഈ സസ്യകോശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. അതിനൊരു സെൽവാൾ, കോശഭിത്തി പ്രസൻ്റാണ്. അതേപോലെ തന്നെ സസ്യകോശങ്ങളിൽ പ്ലാസ്റ്റിഡ്സ് പ്രസൻ്റാണ്. ഇനി നമ്മളുടെ ജന്തുകോശത്തിൽ മാത്രം കാണുന്നതാണ് സെൻട്രോസോം, ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. അപ്പോൾ ഇത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. പിന്നെ ലൈസോസോമാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ ലൈസോസോമൽ എന്ന് പറയുന്നത്. അതായത് കോശത്തിനുള്ളിലെ അന്യവസ്തുക്കളെയൊക്കെ നശിപ്പിക്കുന്ന കോശ അംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച്, വിവിധ ഭാഗങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ ഈ കോശങ്ങൾ കഴിഞ്ഞാൽ കോശജാലങ്ങളാണ് അടുത്ത ലെസണിൽ പഠിക്കാൻ പോണത്. ഓക്കെ, അടുത്ത ലെസൺ കോശജാലങ്ങളിൽ വിവിധ തരം കോശങ്ങൾ കൂടിച്ചേർന്നാണ് കോശജാലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വിവിധ തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാഡീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പേശികോശങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. കോശങ്ങളിലെ വൈവിധ്യം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശികോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. അപ്പോൾ ഈ കോശങ്ങൾ എല്ലാം കൂടിച്ചേർന്നാണ് കലകൾ അഥവാ ടിഷ്യൂസ് രൂപപ്പെടുന്നത്. ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ബഹുകോശജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. പേശികോശവും നാഡീകോശവും അത് രണ്ടും വ്യത്യസ്ത തരം കോശങ്ങളാണ്. അതായത് അതിൻ്റെ രണ്ടിനെയും കാഴ്ചയിലും അതിൻ്റെ ധർമ്മ നിർവഹണത്തിലും എല്ലാം അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ കോശങ്ങളിൽ നിന്ന് പുതിയൊരു കോശം ഉണ്ടാവുന്നുണ്ട്. അതായത് കോശങ്ങളിൽ നിന്ന് വിവിധ കോശങ്ങൾ കൂടിച്ചേർന്ന് കലകൾ ഉണ്ടാവുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് നമ്മൾ, അതായത് ബാക്കി എല്ലാതും രൂപം പ്രാപിച്ചത് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം തന്നെ രൂപമെടുക്കുന്നത് ഈ ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. അതായത് നമ്മളുടെ ശരീരം സിക്താണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശം, അതായത് സെൽ ഡിഫറൻഷിയേഷൻ സംഭവിക്കപ്പെടാത്ത കോശത്തിനെയാണ് സിക്താണ്ഡം എന്ന് പറയുന്നത്. അതായത്
ആ എഗ്ഗും ഓവും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്ന സിക്താണ്ഡം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ്, അതായത് അത് ഡിവൈഡ് ചെയ്ത് റിപ്പീറ്റഡ് ഡിവിഷൻ നടന്നിട്ടാണ് അത് ഭ്രൂണകോശങ്ങളായിട്ട് മാറുന്നത്. ഈ ഭ്രൂണകോശങ്ങളാണ് പിന്നീട് ഓരോ വിവിധ തരം കോശങ്ങളായിട്ട് മാറുന്നത്. നാഡീകോശം, അസ്ഥികോശം, രക്തകോശം, പേശീകോശം എന്നൊക്കെ പറഞ്ഞ് വിവിധ തരം കോശങ്ങളായി മാറുന്നത് ഈ ഭ്രൂണകോശങ്ങളാണ്. അപ്പോൾ ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം മൊത്തം രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അത് കോശവൈവിധ്യവൽക്കരണം വഴിയാണ് ഈ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഇനി നമ്മൾ എന്താണ് വിത്ത് കോശം? ഇവിടെ നമ്മൾ കുറേ ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ, മൂലകോശം, വിത്ത് കോശം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ വിത്ത് കോശം എന്താണ്? ആക്ച്വലി ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ തന്നെ നമ്മൾ മൂലകോശങ്ങളെന്നും പറയുന്നുണ്ട്. അതേപോലെ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഈ വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്ത് കോശങ്ങളുണ്ട്. അതായത് ഈ വിത്ത് കോശങ്ങൾ പുതിയ കോശങ്ങളായിട്ട് രൂപാന്തരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ വിത്ത് കോശങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഗവേഷണശാലകളിൽ ചില സാഹചര്യങ്ങളിൽ വിത്ത് കോശങ്ങളിൽ നിന്ന് വേറെ കോശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം ഈ ചികിത്സയിലൊക്കെ കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്താനും ഒക്കെ വിത്ത് കോശ ഗവേഷണം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കോശങ്ങൾ കഴിഞ്ഞ് നമ്മൾ കലകൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരം കലകളാണ്? ഒരുപാട് കലകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ജന്തുകലകളെക്കുറിച്ച് പഠിക്കാം. ജന്തുകലകൾ, അനിമൽ ടിഷ്യൂസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ആവരണകല. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മളുടെ പുറത്ത്, അതായത് ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല എന്ന് പറയുന്നത്. അന്നപഥത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സംരക്ഷിക്കുക, ആഗിരണം ചെയ്യുക, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവയ്ക്കാണ് ഈ ആവരണ കലകളുടെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാഡീകലയാണ്. പിന്നെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ്. ഓക്കെ, ഇനി പേശീകലയുണ്ട്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശീകല എന്ന് പറയുന്നത്. ശരീരചലനം സാധ്യമാക്കലാണ് പേശി കലയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് യോജക കലയാണ്, കണക്റ്റീവ് ടിഷ്യൂ. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നതാണ് ഈ യോജക കലയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ അസ്ഥിയും തരണാസ്ഥിയും നാരുകല, രക്തം ഇതൊക്കെ യോജക കലയിൽ വരുന്നതാണ് കേട്ടോ. രക്തമൊക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മളുടെ രക്തം, തരുണാസ്ഥി, അസ്ഥി, നാരുകല ഇതെല്ലാം കണക്റ്റീവ് ടിഷ്യൂസാണ്, യോജക കലകളാണ്. ഇനി നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കലാണ് നാരുകലയുടെ ഫങ്ഷൻ. അതേപോലെ തന്നെ പദാർത്ഥ സംവഹനത്തിനും രോഗപ്രതിരോധത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ യോജക കലകൾ. ഓക്കെ, അതായത് കണക്റ്റീവ് ടിഷ്യൂ ആയിട്ടുള്ള രക്തമാണ് പദാർത്ഥ സംവഹനത്തിനൊക്കെ സഹായിക്കുന്നത്. അസ്ഥിയും തരുണാസ്ഥിയൊക്കെയാണ് ഷേപ്പ്, ആകൃതിയൊക്കെ നൽകുന്നത്. നാരുകലകളാണ് മറ്റ് കലകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ യോജക കലകളെക്കുറിച്ച് കോളത്തിലും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. നമ്മളുടെ അസ്ഥികളെക്കുറിച്ചും തരുണാസ്ഥികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ കോളം കൂടെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നീട് ഇതിൽ പറയുന്നത് മെരിസ്റ്റമിക കലകളാണ്. മെരിസ്റ്റമിക കലകൾ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അതായത് സസ്യങ്ങളിലാണ് മെയിനായിട്ട് ഇത് കാണുക. അതിൻ്റെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയൊക്കെ അഗ്രഭാഗങ്ങളിലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണുന്നത്. അതായത് വളരുന്ന ഭാഗങ്ങളിലാണ്. അത് ഇതിൻ്റെ ഈ കോശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെരിസ്റ്റമിക് കോശങ്ങളും ആ കോശത്തിൻ്റെയും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. മെരിസ്റ്റമിക് കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ മെരിസ്റ്റമിക് കോശത്തിൻ്റെ മർമ്മത്തിൻ്റെ ആനുപാതിക വലുപ്പം ഇവിടെ കോളത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മർമ്മത്തിൻ്റെ വലുപ്പം താരതമ്യേന കൂടുതലായിരിക്കും, വലിയ മർമ്മമായിരിക്കും
ആയിരിക്കും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ. കട്ടി കുറഞ്ഞ ഭിത്തിയുമായിരിക്കും. നമ്മൾ പൂർണ്ണ വളർച്ചയെത്തിയ കോശമാകുമ്പോഴേക്കും അതിൻ്റെ ഭിത്തിയൊക്കെ കട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ അതിൻ്റെ ഭിത്തി കനം കുറഞ്ഞതായിരിക്കും. പിന്നെ കോശദ്രവ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. ഒറിജിനൽ കോശത്തിൽ കോശദ്രവ്യം സാധാരണ നോർമൽ ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് നോർമൽ ടിഷ്യൂ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വാഴയുടെ വേരിൻ്റെ സ്ട്രക്ചർ ഒബ്സർവ് ചെയ്യാമെന്ന് ഇതിൽ ആദ്യം എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രക്ചർ കേട്ടോ. അതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ ഒന്നും കൂടെ നമ്മൾ അതിനെ 45x വെച്ച് നമ്മളൊന്നും കൂടെ ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ഈ രണ്ടാമത് കൊടുത്ത പിക്ചർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി സസ്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ സസ്യങ്ങൾ വേരുകളോ അതേപോലെ ഇലകളോ സ്റ്റെമ്മോ എന്തായാലും നമ്മൾ അതിനെ വെച്ച് മൈക്രോസ്കോപ്പിൽ കൂടെ ഇങ്ങനെ എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് ഓരോ സെല്ലുകളെയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഓരോ സെല്ലിൻ്റെയും പേരുകൾ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ജന്തുകലകൾ പഠിച്ച പോലെ തന്നെ സസ്യകലകളും ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള സസ്യകലകളെയാണ് ഇനി പറയുന്നത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പോൾ പാരൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വാൾഡ് സെൽസ് ആണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻകൈമ. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനൊക്കെയാണ് പാരൻകൈമ സഹായിക്കുന്നത്. അടുത്തത് കോളൻകൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻകൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. ഇനി അടുത്തതാണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകലാണ് സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സസ്യകോശങ്ങൾ. ഇനി സസ്യകോശങ്ങളിൽ സംവഹന കലകൾ കൂടിയുണ്ട്. അതായത് വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് 2 സംവഹന കലകൾ കൂടി പ്ലാന്റ്സിലുണ്ട്. സംവരണ കലകൾ പലതരം കോശങ്ങൾ ചേർന്നാണ് അവ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവയെ സങ്കീർണ കലകൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ആ പാരൻകൈമയും കോളൻകൈമയും അതെല്ലാം പാടെ ഒരുമിച്ച് കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് സങ്കീർണ കലകൾ അഥവാ കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പോൾ ഈ കോംപ്ലക്സ് ടിഷ്യൂസിൽ സൈലം ആൻഡ് ഫ്ലോയം 2 തരം ടിഷ്യൂസ് ഉണ്ട്. അപ്പം സൈലം പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നതാണ് സൈലം ടിഷ്യൂസ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് സൈലം ടിഷ്യൂ ആണ്. അതേപോലെ തന്നെ ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സൈലമാണ്. ഇനി അടുത്തത് ഫ്ലോയമാണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അതായത് ഫ്ലോയത്തിൻ്റെ മറ്റൊരു ധർമ്മമാണ് ഒന്ന് പരസ്പരബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. പിന്നെ ഇലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കലാണ് ഫ്ലോയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കലകളെ പറ്റി പറയുന്നുണ്ട്. സംവഹന കലകൾ, മറ്റ് സസ്യകലകൾ, അതൊക്കെ എങ്ങനെയാണ് ആ കലകൾ ജോയിൻ ചെയ്തിട്ടാണ് അവയവങ്ങൾ ഉണ്ടാവുന്നത്. ഈ അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ അവയവ വ്യവസ്ഥയെക്കുറിച്ചും ഹൃദയം, രക്തക്കുഴലുകളൊക്കെ ഉള്ളതാണ്. രക്തപര്യന വ്യവസ്ഥ, മൂക്ക്, ശ്വാസനോളം, ശ്വാസകോശം, ഇതൊക്കെയാണ് ശ്വസന വ്യവസ്ഥ. വൃക്ക, മൂത്രവാഹി, മൂത്രസഞ്ചി എന്നിവയടങ്ങിയതാണ് വിസർജന വ്യവസ്ഥ എന്ന് പറയുന്നത്. തലച്ചോറ്, നാഡികളൊക്കെ അടങ്ങിയത് നാഡീവ്യവസ്ഥ. അപ്പം ഇത്രയാണ് ഇതിൽ ഈ ലെസണിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ജീവികൾ, അതിൻ്റെ ജീവിഗണം, അജീവി, അതായത് ഓരോന്നിൻ്റെ ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. ആ തന്മാത്രകൾ ചേർന്നാണ് ഒരു കോശാംഗം ഉണ്ടാകുന്നത്. ആ കോശാംഗങ്ങൾ ചേർന്നാണ് കോശം ഉണ്ടാകുന്നത്. കോശം ആണ് കലയായിട്ട് മാറുന്നത്. ഈ കല അവയവമായിട്ട് മാറും. അവയവം അവയവ വ്യവസ്ഥയായിട്ട് മാറും. അവയവ വ്യവസ്ഥ ഒരു ജീവിയായിട്ട് മാറും. ആ ജീവി ജീവിഗണമായി മാറും. ആ ജീവിഗണം ജീവി സമുദായമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ, അതായത് ഡ്രോയിങ്സ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്.
അതായത് കോശങ്ങളിൽ നിരന്തരമായ വൈവിധ്യവൽക്കരണത്തിൻ്റെയും വിഭജനത്തിൻ്റെയും ഫലമായിട്ടാണ് കോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ഒരു ജീവശരീരം രൂപപ്പെടുന്നത് എന്നതാണ് ഈ ഒരു പിക്ചറിലൂടെ അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ ജീവിയായിട്ടും ആ ജീവി സമുദായമായിട്ടും ഒക്കെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അടുത്ത ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്